പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. നമ്മൾ ഈ രോഗികൾ ഉള്ള വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലരൊക്കെ അവരെ ഇങ്ങനെ സന്ദർശിക്കാൻ വരും, രോഗിയെ കാണാൻ വരും. ഈ വരുന്നവർ ചിലപ്പോൾ നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഈ രോഗിക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് വരും. രോഗിയോടൊപ്പം അല്പസമയം ചെലവഴിക്കും. ഈ വന്നയാൾ തൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ രോഗിയുടെ റൂമിൽ വെച്ച് ഇതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടേക്കുന്നതിൻ്റെ വർത്തമാനങ്ങളുണ്ട്. അടുത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡർ അല്ലെ വീട്ടിലെ അംഗങ്ങളോട് പറയും, എടി ജമീല, പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ തെക്ക് കെട്ടിച്ച കൊച്ചിൻ്റെ അമ്മായിയപ്പന് ഇതുപോലായി, പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാതിരുന്നോ, പെട്ടെന്നങ്ങ് കുഴഞ്ഞു വീഴും, കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി, ഇതുപോലെ ഒരു ദിവസം വയ്യായ്മ കൂടി അങ്ങ് മരിച്ചുപോയി. ഒന്നുമില്ലാതിരുന്ന മനുഷ്യൻ അനുഭവിക്കാൻ പറ്റും. മനുഷ്യരുടെ അവസ്ഥ ഇതൊക്കെ. പിന്നെ ഇത് പിന്നെ കുഴപ്പമില്ല, ഡോക്ടർ എന്തോ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ഇല്ലയോ? എന്നിട്ട് ഈ രോഗിയെ ചൂണ്ടിയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ലതായിട്ടുണ്ട്, എന്തായാലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക്, ജ്യൂസ് അടിച്ച് കൊടുക്കും. എന്നിട്ട് അവിടെ നിൽക്കുന്നവരോട് പറയും, ഇതൊക്കെ ജ്യൂസ് അടിച്ച് പപ്പായ്ക്ക് കൊടുക്കണം, അല്ലെ അച്ഛൻ കൊടുക്കണമെന്നൊക്കെ പറയും. വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ആള് ഈ ഒരു വർത്തമാനം കേട്ട് ചിലപ്പോൾ BP കൂടിപ്പോകും, നെഞ്ചിടിപ്പ് കൂടും, ചിലപ്പോൾ പെട്ടെന്നൊരു സഡൻ അറ്റാക്ക് വന്ന്. അപ്പോൾ ഈ ത്തിന് വന്ന ആള് ഒരിക്കലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവില്ല, പറയുന്നത് വളരെ പോസിറ്റീവായ വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നും പറഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട 5ഓളം കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും ആദ്യത്തെ മര്യാദ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മളെ വളരെയധികം ഇമോഷണലി കൺട്രോൾ ചെയ്ത് വേണം ഒരു രോഗിയുടെ അടുത്ത് നിൽക്കാൻ. ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കും. അവരുടെ ഒരു അവസ്ഥ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോയാൽ, അല്ലെങ്കിൽ സങ്കടം നെഞ്ചത്തിരിച്ചു പോയാൽ, ഈ രോഗിയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടത്, എന്തോ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണ് ഈ ആൾ കരഞ്ഞു പോകുന്നത്, അല്ലെ എൻ്റെ അസുഖം അത്രയ്ക്ക് ഭീകരമാണ് എന്ന് ആ രോഗി ചിന്തിക്കുകയും അത് അസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് നമ്മളെങ്കിൽ, നമുക്ക് ഇമോഷനെ ബാലൻസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് എങ്കിൽ രോഗിയുടെ പ്രസൻസിൽ നിന്ന് ദൂരേക്ക് മാറി നിന്ന് ആ ഇമോഷനൊക്കെ അടക്കിയിട്ട് വേണം ആ റൂമിലേക്ക് കടന്നു ചെല്ലാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം റെസ്പെക്ട് ദെയർ പ്രൈവസി എന്നുള്ളതാണ്. കാര്യം ഓരോ രോഗിക്കും അവരുടേതായ ഓരോ അവശതകളും ശാരീരിക അവസ്ഥകളും ഉണ്ടാകും. ഈ അവസ്ഥകൾ ചിലപ്പോൾ നമ്മളോട് പറയണം എന്നൊന്നുമില്ല, അത് ചിലപ്പോൾ ഡോക്ടറോട് ഷെയർ ചെയ്യപ്പെട്ട കുറേ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ചെകഞ്ഞ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് അസുഖം, എവിടെയാണ് മുഴ, അല്ലെങ്കിൽ എവിടെയാണ് ക്യാൻസർ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെകഞ്ഞ് അവരെന്തോ വലിയ ഇങ്ങനെ ചെകഞ്ഞറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തും. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആ രോഗിയെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വിഷമിപ്പിക്കുന്നതിന് കാരണമാകും. അത് വളരെയധികം സൂക്ഷിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. അവരുടെ ഒരു പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മൂന്നാമത്തെ കാര്യം മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതായത് ആ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ സമാധാനമായിട്ടും വളരെ തെളിഞ്ഞ മുഖഭാവത്തോടു കൂടി വേണം രോഗിയെ സന്ദർശിക്കാൻ. കാര്യം നമ്മളുടെ ഓരോ ചലനങ്ങളും ഓരോ മുഖഭാവങ്ങളും ആ രോഗി വീക്ഷിക്കുന്നുണ്ടാവും. അതിനനുസരിച്ചാണ് അവർക്ക് ജീവിതത്തിലേക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു മനോഭാവത്തോടു കൂടി വേണം ആ റൂമിലേക്ക് കടന്നു ചെല്ലുവാൻ. അതേപോലെ അവരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം വളരെ അധികം നിറഞ്ഞ സമാധാനം കൊടുത്തുകൊണ്ട് വളരെയധികം പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റോടു കൂടി വേണം അവരോട് ഇടപെടുവാൻ. രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട നാലാമത്തെ കാര്യം അവോയ്ഡ് ജഡ്ജ്മെന്റ് എന്നുള്ളത്. നമ്മൾ അത്രയും ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ലിമിറ്റേഷനുകളുണ്ട്. അപ്പോൾ ഒരു രോഗിയെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറ്റിയത്,
ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ഇന്ന രീതി ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വഷളാകില്ലായിരുന്നു. ഇങ്ങനെയുള്ള ജഡ്ജിമെന്റുകൾക്കൊന്നും ഒരു കാര്യവുമില്ല. കാരണം ആ ആള് ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമ്മൾ മാനുഷികപരമായി മനസ്സിലാക്കുകയും നമ്മുടേതായ, നമ്മൾ സന്ദർശിക്കാനാണ് പോയത്, സമാധാനം കൊടുത്തിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് രംഗം വഷളാക്കുകയും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ, വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില രംഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കുടുംബാംഗങ്ങൾ പരസ്പരം ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുക, അവിടെ കൊണ്ടുപോയിരുന്ന ഇങ്ങനെ. അപ്പോൾ ഈ ജഡ്ജ്മെന്റുകളൊക്കെ അവസാനിപ്പിക്കുകയും ഒരു രോഗം വരാനുള്ള കാരണത്തെ പറ്റി അല്ലെങ്കിൽ ആധികാരികമായി നമുക്ക് അറിവുള്ളവരായിരിക്കണം. അവിടെ ഇവിടെയും കണ്ടിട്ടും കേട്ടിട്ടും നമ്മളൊന്നും പറയാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം ഓരോ രോഗിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനുകളായി, രോഗത്തിൽ സെയിം കണ്ടീഷനുകളിൽ സെയിം അല്ല, മെഡിസിനുകളോട് പ്രതികരിക്കുന്ന കാര്യത്തിലും സെയിം ഒന്നുമല്ല. അതുകൊണ്ട് ജഡ്ജ്മെന്റുകളൊക്കെ അവസാനിപ്പിച്ച് സമാധാനം കൊടുത്തിട്ട് തിരിച്ചു വരുവാൻ ശ്രമിക്കണം. സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട 5ാമത്തെ കാര്യം എൻകറേജ് ഹോപ്പ് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാര്യം ആ ആള് ഒരു രോഗാവസ്ഥയിൽ കിടക്കും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതൊരു രോഗിയുടെയും ആ ഒരു സാഹചര്യം എന്നുള്ളത് മടുപ്പ് ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷ കൊടുക്കുന്നതാണ്. ഇത്രയും പെട്ടെന്ന് പോകാമല്ലോ, കുഴപ്പമില്ല, ഇതിപ്പോൾ ഇത്രയും ബെറ്റർ ആയല്ലോ, ആ ആളിന്റെ ഉള്ളിൽ. കാര്യം നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണല്ലോ രോഗിയെ കാണാൻ പോയത്. സ്വാഭാവികമായിട്ട് രോഗിക്കും അതേപോലെ നമ്മളെയും വേണ്ടപ്പെട്ട ആളാണ്. ആ ആളിനോട് നമ്മൾ പ്രതീക്ഷയിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ ഡോക്ടറേക്കാളും ഫീല് കിട്ടുക നമ്മൾ ആൾക്കാർ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ടല്ലോ, ഇപ്പം നല്ലതായിട്ടുണ്ടല്ലോ, ഇന്നലെ കണ്ടതുപോലെ അല്ലല്ലോ, ഇന്ന് കുറെ കൂടെ ബെറ്റർ ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കും തോറും രോഗി ആ രോഗാവസ്ഥയെ മറികടക്കുന്നതിന് സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്തത് പലപ്പോഴും നാം മറന്നു പോകാറുള്ള അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ കാണിക്കാറുള്ള ഒരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റലും രോഗി സന്ദർശനം എന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.